എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. പത്രോസ് 1-ാം ലേഖനം 1-4-5. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലാണ് നമ്മുടെ ജീവിത വസ്ത്രത്തെ സൂക്ഷിക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. കറയും ചുളുക്കവും ക്ഷയവും ഒന്നുമില്ലാത്ത വിധത്തിൽ ജീവിത വസ്ത്രം കാക്കപ്പെടണമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. അതിനോട് കൂട്ടിച്ചേർക്കുവാൻ വാട്ടവും മാലിന്യവും എന്ന 2 പദങ്ങളുമുണ്ട്. ചൂട് കൂടുമ്പോൾ സസ്യങ്ങൾക്ക് വാട്ടം തട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും കഠിനമായ പരിശോധനയിൽ വാട്ടം തട്ടാൻ സാധ്യതയുണ്ട്. വീണ്ടെടുക്കപ്പെട്ടവർ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ വാട്ടം തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള ഉത്തരം ഉത്തമഗീതത്തിൽ 8-ാം അധ്യായം 5-ാം വാക്യത്തിലുണ്ട്. മരുഭൂമിയിൽ നിന്ന് പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ? ഇതൊരു ചോദ്യമാണ്. ഈ മരുഭൂമി യാത്ര പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് നിർവഹിക്കണം. നാരകത്തിൻ്റെ ചുവട്ടിൽ ആർക്കും കനിവ് തോന്നാത്ത സമയത്ത് കനിവ് തോന്നി തൻ്റേതാക്കി മാറ്റുവാനായി ഉണർത്തിയ ഒരുവനുണ്ട്. അവിടുന്ന് ചൂടടിക്കാതെ സ്നേഹക്കൊടിക്കീഴിൽ പിടിച്ച് ആനന്ദം പൊഴിയുന്ന വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇതാണ് ഉത്തമഗീതം 2-ാം അധ്യായത്തിൽ അവളുടെ ഭൂതകാലം. ഇന്ന് അവൾ ആ പ്രിയന്റെ മാറിൽ ചാരി മരുഭൂമിയിലൂടെ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. ഇതാണ് അവളുടെ വർത്തമാനകാലം. ഇനി അവൾക്ക് അതിമനോഹരമായൊരു ഭാവി കാലമുണ്ട്. അതും ഉത്തമഗീതം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ കാണുന്നു. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോരിവൾ ആർ? ഇതാണ് വാട്ടമേൽക്കാതെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരു മനുഷ്യന്റെ ഭാഗ്യാവസ്ഥ. ഇത് വാസ്തവമായി നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇന്ന് പ്രിയന്റെ മേൽ ചാരി യാത്ര ചെയ്യാനായി തീരുമാനിക്കണം. അങ്ങനെയാണെങ്കിൽ ജയാളിയായും മനോഹരമായും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ അല്ലെങ്കിൽ ഭാവി ശോഭനമാകും. പത്രോസ് എഴുതിയ ലേഖനത്തിൽ അന്ത്യകാലത്ത് എങ്ങനെയാണ് നമ്മൾ കാക്കപ്പെടേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അവിടെയാണ് വാട്ടവും മാലിന്യവും ക്ഷയവും ഒന്നുമില്ലാത്ത മനോഹരമായ അനുഭവത്തിൻ്റെ ദൃശ്യം കാണിക്കുന്നത്. മറ്റൊന്ന് മാലിന്യമാണ്. ഏതൊരു വസ്തുവും മാലിന്യം ഇല്ലാതായേ മതിയാകൂ. പൊന്ന് സകല കറയും തീർത്ത് ശുദ്ധീകരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. നിലത്ത് ഉലയിൽ 7 പ്രാവശ്യം ശുദ്ധി ചെയ്തിട്ടാണ് വെള്ളിയെ മാലിന്യരഹിതമാക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ സർദീസിലെ സഭയ്ക്ക് എഴുതുന്ന കത്തിൽ അവരുടെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് ഒരു കൂട്ടരോട് പറയുന്നതായി വെളിപ്പാട് 3-ാം അധ്യായത്തിൽ വായിക്കുന്നു. അതോടൊപ്പം തന്നെ ഉടുപ്പ് മലിനമാകാത്ത ചിലരുണ്ടെന്നും എടുത്തു പറയുന്നു. ജയിക്കുന്നവർ വെള്ളയുടുപ്പ് ധരിക്കും എന്നുകൂടി പറഞ്ഞ്
ആ സഭയ്ക്കുള്ള ദൂത് അവസാനിപ്പിക്കുന്നു. അശ്രദ്ധ കൊണ്ടും നിശ്ചിന്ത കൊണ്ടും നിർവികാരത കൊണ്ടും മാലിന്യം ജീവിതത്തിൽ കയറിപ്പറ്റുന്നു. എങ്കിലും ഭാരപ്പെടേണ്ട. മാലിന്യ പരിഹാരത്തിനായി ക്രൂശിൽ തുറന്ന ഒരു ഉറവയുണ്ട്. സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, അന്നാളിൽ പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. 13-ാം അധ്യായം. ആ ഉറവയിൽ ചെന്ന് കഴുകി മാലിന്യം മാറ്റാൻ അവിടുന്ന് അലിവോടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കറ, ചുളുക്കം, ക്ഷയം, വാട്ടം, മാലിന്യം തുടങ്ങിയവ ഒന്നുമില്ലാതെ ശുദ്ധവും ശുഭ്രവും നിഷ്കളങ്കവുമായി നമ്മുടെ ജീവിതം കാണപ്പെടുവാൻ ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദാനമായി നൽകിയതോർത്ത സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. പുതിയ ദിനത്തിൻ്റെ എല്ലാ സാധ്യതകളും നന്മകളും കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നതോർത്ത് നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവെ, മാലിന്യരഹിതമായി ജീവിപ്പാൻ ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഇച്ഛകൾ കൊണ്ടും ഞങ്ങളെ സഹായിക്കണമേ. വാട്ടം ഏൽക്കാതെ നിൽപ്പാനുള്ള കൃപ നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിഭാഗവാർഷികം ആഘോഷിക്കുന്നവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കരുതലിൽ പുതിയ വർഷം ജീവിപ്പാനും കർത്താവിനെ സ്തുതിപ്പാനും ഇടയാക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും നാം ഏവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.